മനോജ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിലുണ്ടായ സംഘർഷത്തിലെ പ്രതികളെ AR ക്യാമ്പിലേക്ക് എത്തിച്ചു. VS അനു വിവരങ്ങളുമായി ചേർന്നു. അനു, വിവരങ്ങൾ. സേതു, ഇന്ന് അല്പസമയം നേരത്തെ ഉച്ചയ്ക്ക് ഉണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട 5 പേരാണ് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ 5 പേരെ നന്ദാവനം AR ക്യാമ്പിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇനിയും പ്രതികളെ കിട്ടാനുണ്ട്. മുൻ കൗൺസിലർ ചാല ഉണ്ണി എന്ന് പറയുന്ന ഉണ്ണി അടക്കമുള്ള പ്രതികളെ ഇനിയും കിട്ടാനുണ്ട്. അവരെയും കൂടെ കിട്ടിയാൽ മാത്രമേ ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും പോലീസ് സംഘം പൂർണ്ണമായും പിൻവാങ്ങുകയുള്ളൂ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം അറിയിക്കുന്നത്. നിലവിൽ പിടിയിലായവർ നിതിൻ രാജ്, മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷാഹിൽ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇനിയും ഏകദേശം 5 പ്രതികൾ കൂടി ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അവരെയും കൂടെ ഇന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസിന്റെ നീക്കം. മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് കൂടെ ഇന്നത്തെ ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സംസ്ഥാന പോലീസ് മേധാവി DGP റവാഡ ചന്ദ്രശേഖരനെ ഫോണിൽ വിളിച്ചിരുന്നു. ഈ സംഭവത്ത് നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. തുടർന്ന് DGP തന്നെ ഈ നടന്ന കാര്യങ്ങൾ ഗവർണറോട് വിശദീകരിച്ചിട്ടുണ്ട്. കാരണം സ്വാഭാവികമായും കേന്ദ്ര ഏജൻസികൾ ഇടപെട്ട സംഭവമാണ്. സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നമായി തന്നെ കേന്ദ്രം ഇതിനെ ഉയർത്തിക്കാട്ടാനുള്ള എല്ലാ നീക്കങ്ങളുമുണ്ട്. അതിനിടയിലാണ് ഗവർണർ സംസ്ഥാന പോലീസ് മേധാവിയെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. ശരി, VS അനു ആണ് വിവരങ്ങൾ നൽകിയത്. പ്രതികളെ AR ക്യാമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്.